ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പഴയ CD വെച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ CD ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു 8 മാർക്ക് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ 8 മാർക്കിലും സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ഹോളിട്ട് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സോൾഡറിങ് അയൺ ഇല്ലെങ്കിലും നമുക്ക് ആണിയോ മറ്റെന്തെങ്കിലും വെച്ച് നമുക്കിതുപോലെ ചൂടാക്കിയും നമുക്കിതേപോലെ ഹോളിടാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് നമ്മുടെ ആ തെറിച്ച് നിൽക്കുന്ന ഭാഗം നമുക്കിതേപോലെ ഒരു കത്തിയോ മറ്റെന്തെങ്കിലും ബ്ലേഡോ ഇട്ട് നമുക്കിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് LED സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൾട്ടി കളർ LED ആണ്. അപ്പോൾ ഇത് 3 കളറിൽ നമുക്ക് കത്തും. ഇപ്പോൾ 1.5 വാട്ടിൻ്റെ LED ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെ നമുക്കിനി LED ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചില LED ലൂസായിട്ടിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫെവിക്വിക്കോ മറ്റെന്തെങ്കിലും പശ വെച്ച് നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കണക്ഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബൾബിൻ്റെ പോസിറ്റീവ് ഭാഗവും മറ്റേ ബൾബിൻ്റെ നെഗറ്റീവ് ഭാഗവും നമുക്ക് ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ അവസാനത്തെ LED ആ 2 ലെഗും നമുക്ക് യോജിപ്പിക്കരുത്. കാരണം അതിലാണ് നമ്മുടെ കണക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട്. ശേഷം നമുക്ക് ആ ജോയിൻറ്റിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നമുക്കിനി സോൾഡറിങ് ആണ് ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ ആ LED കമ്പി രണ്ടും യോജിപ്പിച്ച് കറക്കി വിട്ടാൽ മതി. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്കിത് ഇവിടെ ഒരു ഹോമിൻ്റെ റെസിസ്റ്ററാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിന് നമുക്ക് അതിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് നമുക്ക് ഇതേപോലെ സോൾഡർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 വയർ എടുത്ത് ആ റെസിസ്റ്ററിൻ്റെ ഒരു ഭാഗത്തും മറ്റേ വയർ, അതായത് നെഗറ്റീവ് വയർ മറ്റേ കണക്ഷനിലും നമുക്ക് ഇതേപോലെ ജോയിൻ ചെയ്യാം. നമ്മുടെ ഈ കണക്ഷന് നേരെ 12 വാൾട്ട് DC ചാർജറിലാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CD ബാക്ക് വശം നമുക്കിനി ഇതേപോലെ ഈ സ്പോഞ്ചോ മറ്റ് തെർമാക്കോളോ ഇട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഒരു CD കൂടെ എടുത്തിട്ട് ഇതിന് പുറത്തായിട്ട് ഒട്ടിക്കാം. നമ്മുടെ വയറൊക്കെ ഒന്ന് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നമുക്കൊന്ന് ചുവരിലോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുവരിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെയ്ക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ എന്നെ വിളിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.